ചൂരൽമല മുണ്ടകൈ ദുരന്തം നടന്ന് ഒരു വർഷം ആകാറായ സമയത്തും 402 പേരുടെ ലിസ്റ്റല്ലാതെ സമ്പൂർണ്ണമായിട്ടുള്ള ലിസ്റ്റ് പ്രഖ്യാപിക്കാൻ ഇതുവരെ സാധിച്ചില്ല. ഒരു ഗുരുതരമായിട്ടുള്ള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഗുരുതരമായിട്ടുള്ള പ്രശ്നം. രണ്ടാമത്തെ വിഷയം, പുന്നപ്പുഴ, ആ പുഴ പുനഃക്രമീകരിച്ച് പൂർണ്ണതോതിൽ പഴയതിനേക്കാൾ നന്നായി ക്രമീകരിക്കാൻ വേണ്ടി 195 കോടി രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ, ഫണ്ട് വകയിരുത്തി. ആ ഫണ്ട് യഥാർത്ഥത്തിൽ ഇതുവരെ കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിലും ജൂണിൻ്റെ തുടക്കത്തിലും വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇന്നലെ ഉണ്ടായതുപോലെ അതിശീഘ്രമായിട്ടുള്ള ഒഴുക്കിൽ മറ്റൊരു വഴി തേടി ശിവക്ഷേത്രത്തിൻ്റെ പിറകിലൂടെ കരകവിഞ്ഞ് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. അത് സർക്കാർ ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ ഏകോപനത്തിൻ്റെ ഗുരുതരമായിട്ടുള്ള പാളിച്ചയും പ്രശ്നങ്ങളുമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, നേരിട്ട് ദുരന്തം ബാധിച്ചവരും ഇൻഡയറക്റ്റായി ദുരന്തം ബാധിച്ചതുമായിട്ടുള്ള ആളുകളുണ്ട്. നേരത്തെ സർക്കാർ പറഞ്ഞത് 10, 11, 12 വാർഡുകളിലുള്ള ആളുകൾക്ക് ദുരന്തബാധിതരാണ് എന്ന പരിഗണന നൽകി ആ കാര്യങ്ങൾ മുഴുവൻ സർക്കാർ കൊടുക്കേണ്ട നടപടികൾ മുഴുവൻ സ്വീകരിക്കും എന്നുള്ളതായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ നിരവധി ഏരിയ, ആ ആളുകൾ മുഴുവൻ ഇപ്പോൾ അവർക്ക് ജീവനോപാധി ഇല്ല, അവർക്ക് പണിയില്ല. ചുമട്ട് തൊഴിലാളികളാവട്ടെ, അവർ തോട്ടം തൊഴിലാളികളാവട്ടെ, കർഷകരാവട്ടെ, കർഷക തൊഴിലാളികളാവട്ടെ, അവർ ചെറിയ വ്യാപാരികളാവട്ടെ, അവർക്ക് ടാക്സി ഓട്ടോറിക്ഷ തൊഴിലാളികൾ മുതൽ ആർക്കും തന്നെ തൊഴിലില്ല. അപ്പോൾ അവർക്ക് ജീവനോപാധി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ദിനപത്ത കിട്ടണം എന്നുള്ള, നേരത്തെ കിട്ടിയിരുന്ന ആളുകൾക്ക് കിട്ടണം എന്നുള്ള ഡിമാൻഡ് അവർ ഉന്നയിക്കുന്നത് സ്വാഭാവികമായും വളരെ പ്രധാനമുള്ള സബ്ജക്റ്റാണ്, അവരുടെ ജീവിതമാണല്ലോ. അപ്പോൾ മഴ പെയ്യുമ്പോൾ റെഡ് അലർട്ട് പോകരുത്, ജോലി ചെയ്യരുത്, അവിടേക്ക് പോകരുത് എന്നുള്ള ഇൻസ്ട്രക്ഷൻ വരുമ്പോൾ അവരെങ്ങനെ ജീവിക്കും എന്നുള്ളത് കൂടെ സർക്കാർ അതിൻ്റെ കൂടെ പരിഗണിക്കപ്പെടേണ്ടത്. അത് പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഇന്നലെ പ്രതിഷേധിച്ചതായിരിക്കുന്ന ദുരന്തബാധിതരെ ഡയറക്റ്റും ഇൻഡയറക്റ്റായി ബാധിച്ച ആളുകൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഇതൊരു യുദ്ധപ്രഖ്യാപനമാണ്. CPIM-ന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ, ജില്ലാ തലത്തിലുള്ള നേതാക്കന്മാർ ഇടപെട്ടാണ് ഈ കേസ് ഈ രീതിയിൽ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചത്. പൊതുമുതൽ നശിപ്പിച്ചു എന്നുള്ള വ്യാജമായ കേസും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നും അദ്ദേഹത്തെ വില്ലേജ് ഓഫീസറെ ആക്രമിച്ചു എന്നുള്ളതായിരിക്കുന്ന രീതിയിലുള്ള കേസ് വളരെ മോശമായ രീതിയിൽ കേസെടുത്തിരിക്കുകയാണ്. ഇതിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധ്യമല്ല. ഒന്ന്, സർക്കാർ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല, സർക്കാർ ചെയ്യേണ്ട കരുതൽ നടപടികൾ സ്വീകരിക്കുന്നില്ല. 5 മാസമാണ് ആകെ ദിനപത്ത സർക്കാർ കൊടുത്തത്. 9 മാസമായി. ബാക്കിയുള്ള 4 മാസം, ഇപ്പം 10 മാസം പൂർത്തീകരിച്ചു, 11ാമത്തെ മാസം പൂർത്തീകരിക്കപ്പെടുകയാണ്. സർക്കാർ എവിടെ? വാടക വൈകുന്നു, പൂർണ്ണതോതിൽ നേരത്തെ കൊടുത്തിരുന്നതിൽ നിന്ന് സർക്കാർ പിൻവാങ്ങി. അപ്പോൾ ഇതൊക്കെ സർക്കാരിൻ്റെ പാളിച്ച ഒരു ഭാഗത്ത് നടക്കുകയാണ്. ഈ പാളിച്ചകൾ നടക്കുമ്പോൾ അതിനെതിരായി ശബ്ദിക്കുന്ന ആളുകൾക്കെതിരെ കേസ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ശബ്ദത്തെ അടിച്ചമർത്താൻ, പാവപ്പെട്ടവന്റെ ശബ്ദത്തെ കേസ് ഉപയോഗിച്ച് അടിച്ചമർത്താനുള്ള സർക്കാരിൻ്റെ നടപടിയെ എന്ത് വില കൊടുത്തു തർക്കമില്ല. അതിനെതിരായിട്ടുള്ള പ്രക്ഷോഭവും അതിനെതിരായിട്ടുള്ള നടപടികളൊക്കെ ഉണ്ടാവും. UDF നിയോജകമണ്ഡലം പഞ്ചായത്ത് UDF കമ്മിറ്റി, ഇവിടെ അംസക്കയുണ്ട്, സുരേഷുണ്ട്, ഷെരീഫ്, അഷ്റഫുണ്ട്, എല്ലാവരും ഇവിടെ. അവരതിനെക്കുറിച്ച് ഇന്ന് ആലോചിച്ച് അനന്തരമായി സ്വീകരിക്കേണ്ട നടപടികൾ തീരുമാനിച്ച് UDF തരത്തിലുള്ള പ്രക്ഷോഭവും ദുരന്തബാധിതർക്ക് വേണ്ടിയുള്ള സമരങ്ങൾക്കും നേതൃത്വം കൊടുക്കും.